സ്വന്തം ഭാര്യ മറ്റൊരാളുമായി സൗഹൃദത്തിലാകുന്നു. ആ ബന്ധത്തിൽ അവൾ ഗർഭം ധരിക്കുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ച് അങ്ങേയറ്റം മാനഹാനിയും നാണക്കേടും ഉണ്ടാക്കുന്ന കാര്യമാണത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രണയിച്ച് വിവാഹം കഴിച്ച ആ ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് രാഹുൽ തകർത്തത്. ആ യുവാവും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നം അവസരമാക്കിയാണ് രാഹുൽ പെൺകുട്ടിയുമായി അടുത്തത്. തൻ്റെ ജീവിതം തകർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് പരാതിക്കാരിയുടെ ഭർത്താവ്. രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവാവ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചുവെന്നും പരാതി നൽകിയ യുവതിയുടെ ഭർത്താവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. രാഹുൽ തന്റെ കുടുംബജീവിതം തകർത്തുവെന്നും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. കുടുംബ പ്രശ്നം തീർക്കാനാണ് താൻ ശ്രമിച്ചതെന്നാണ് രാഹുൽ കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ രാഹുൽ തന്റെ കുടുംബം തകർക്കുകയാണ് ചെയ്തതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയെ വശീകരിക്കാൻ ശ്രമിച്ചു. താനില്ലാത്ത സമയങ്ങളിൽ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി. ഗർഭിണിയാവാൻ നിർബന്ധിച്ചുവെന്നും ഗർഭം അലസിപ്പിക്കാൻ മരുന്ന് നൽകിയെന്നും പരാതിയിലുണ്ട്. വിഷയത്തിൽ തനിക്ക് വലിയ മാനനഷ്ടമുണ്ടായെന്നും വിവാഹിതയായ സ്ത്രീയെ വശീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. പരാതി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ്. കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല. കാരണം കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അത് ഞാൻ പറയുന്ന കുറെ കാര്യങ്ങൾ കാരണം അത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കാൻ കഴിയില്ല. കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു MLA ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ? ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ. എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ല. ഇതില് ഇപ്പോ ഈ പറഞ്ഞ യുവതി ഗർഭിണിയായി എന്ന് പറയുന്നു, അബോർഷന് വിധേയാക്കി എന്ന് പറയുന്നു. ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഭർത്താവുമായുള്ള പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടെന്നായിരുന്നു രാഹുലിന്റെ വാദം. ഇത് പൂർണ്ണമായും തള്ളുന്നതാണ് ഭർത്താവിന്റെ പ്രതികരണം. പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പരാതിയും കേസുമായി യുവതി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഇര താനാണ്. വലിയ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നു. മാനസികമായി തളർന്ന താൻ കേസുമായി മുന്നോട്ട് പോകും. ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൈമാറുമെന്നും യുവാവ് വ്യക്തമാക്കി. നേരത്തെ യുവതിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഭർത്താവിന്റെ മൊഴിയെടുത്തിരുന്നു. News 18 പാലക്കാട്.